അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നാടൻ മിക്സ്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസുകളെല്ലാം നമ്മൾ കടയിൽ നിന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസുകൾ: 2 കപ്പ് കടലമാവ്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. നമ്മൾ നൂലപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കുന്നത് പോലെയുള്ള പരുവത്തിലാക്കിയെടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്കത് നൂൽപുട്ടിൻ്റെ അച്ചിലിട്ട് എണ്ണയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു വശം വേവ് ആയതിനു ശേഷം മറ്റേ വശം മറിച്ചിട്ട് കൊടുക്കാം. മുറുക്കമായതിനു ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മിക്സറിൻ്റെ ഇടയിൽ ഇടാനുള്ള ബൂന്തി തയ്യാറാക്കാൻ ആവശ്യമായ മാവ് റെഡിയാക്കിയെടുക്കാം. പഴംപൊരിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരുന്ന രീതിയിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് ഹോളുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഉരുകിയതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് മിക്സ്ചറിലേക്ക് ആവശ്യമായ കടല വറുത്തെടുക്കാം. കടല വറുവായതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വറുവായി വരുമ്പോൾ അല്പം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ശേഷം കോരിയെടുക്കാം. ഇനി മിക്സ്ചറിലേക്കുള്ള കറിവേപ്പില വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ്ചറിലേക്കുള്ള എല്ലാ കൂട്ടുകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ്ചർ കൈ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. ശേഷം ഇതിലേക്കുള്ള ഓരോ ചേരുവകളും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ നാടൻ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോസിലും നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.